ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ഡിയോ വണ്ടിയുടെ എഞ്ചിൻ വർക്കിൻ്റെ ഒരു വീഡിയോ ഉണ്ടോ. നിലവിൽ നമുക്ക് ഓയിൽ തീർന്ന് പിസ്റ്റൺ പിടിച്ച് ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം കംപ്ലൈൻ്റ് ആയ വണ്ടിയാണ്. അപ്പോൾ നിലവിൽ പഴയ പിസ്റ്റൺ ഇതായിരുന്ന അവസ്ഥ ഫുള്ളായിട്ട് ഉരുക്കി പിടിച്ചേക്കാണ്. കണക്ടർ റോഡുമേയും സ്റ്റക്കായിട്ട് പിടിച്ചേക്കാണ്. അപ്പോൾ നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ അടക്കം മാറ്റി സെറ്റ് ചെയ്യണ വർക്കാണ്. 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്ററാണ് അതിൻ്റെ വാറണ്ടി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ വണ്ടി എഞ്ചിൻ സെറ്റ് ചെയ്യാണ്. അപ്പോൾ അതിനെ മാറ്റുന്ന പാർട്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ്, അതായത് ഇത് നമ്മുടെ പഴയ ക്രാങ്ക് ഷാഫ്റ്റാണ്. അപ്പോൾ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം ഫുൾ സെറ്റ് മാറ്റിയിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് നമുക്ക് ഇതേ രീതിയിലാണ് വരാം. ക്രാങ്ക് ഷാഫ്റ്റ് വരുമ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റ് വരുന്നത് 4012 രൂപയാണ് നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ റേറ്റ് വരാം. പിന്നെ സിലിണ്ടർ പിസ്റ്റൺ ഇതേപോലെ കമ്പനി ആയിട്ട് തന്നെ നമുക്ക് എല്ലാം നമുക്ക് ഒറിജിനൽ പാർട്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സിലിണ്ടർ പിസ്റ്റണും കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ ആ കിറ്റായിട്ടാണ് വരാം. 3379 രൂപ നമുക്ക് അതിൻ്റെ റേറ്റ് വരാം. പിന്നെ നമുക്ക് അതിന് അനുവദിച്ച് വന്ന ഓയിൽ സീലുകൾ, ഗ്യാസ്കറ്റ് ഐറ്റംസ്, അതേപോലെ തന്നെ ബോണ്ട് ഗ്യാസ്കറ്റ്, എയർ ഫിൽറ്റർ നമ്മൾ കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട്. കാരണം ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്റർ അല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ഭാഗം ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ എഞ്ചിൻ്റെ 2 ഭാഗം ക്ലിയർ ചെയ്യുന്നുണ്ട്. ഒന്ന് ഫയറിങ്ങിൻ്റെ ഭാഗം, ക്രാങ്ക് സിലിണ്ടർ അടക്കം വരുന്ന ഭാഗം, പിന്നെ ഗിയർ ബോക്സിൻ്റെ ഭാഗം കൂടി ചെയ്യുന്നുണ്ട്. ക്ലച്ച് മാത്രം നമ്മൾ തൽക്കാലം വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്ലച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൃത്യമായിട്ട് വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം അതിൻ്റെ വാറണ്ടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷനും കറക്റ്റായിട്ട് പറഞ്ഞുതരാം. സർവീസ് ആഫ്റ്റർ സർവീസായിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ എഞ്ചിൻ ചെയ്യുമ്പോൾ മാറ്റുന്ന പാർട്സുകളാണ് അതൊക്കെ. എല്ലാം കമ്പനി ഐറ്റം തന്നെയാണ് നമ്മൾ ചേഞ്ച് ചെയ്ത് തരണേ. അസംബ്ലി മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പഴയ പാർട്സുകൾ ഓൾറെഡി ഞാൻ മാറ്റിയിട്ടേക്കാം, നമുക്ക് ആവശ്യത്തിന് വേണ്ടി എടുക്കാവുന്നതാണ്. ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ, അതേപോലെ തന്നെ ക്യാം ചെയിൻ അതിൻ്റെ ഉള്ളിൽ വേണ്ടത്, ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡ്, ബെയറിങ്, വാൽവ് കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടാണ് സെറ്റ് ചെയ്ത് പോണേ. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ വണ്ടി വർക്ക് സെറ്റ് ചെയ്ത് എടുത്തപ്പോൾ ഡീറ്റെയിൽസൊന്നും അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം ഞാൻ അതിൻ്റെ വാറണ്ടിയുടെ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞുതരാം. സർവീസ് ആഫ്റ്റർ സർവീസ് എങ്ങനെ ചെയ്ത് പോകേണ്ടതെന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതും പ്രകാരം ഫോളോ ചെയ്താൽ മതി. കംപ്ലയിൻസ് ഒന്നും പ്രത്യേകിച്ച് വരാനില്ല. കറക്റ്റായിട്ട് ചെയ്യുന്ന ഭാഗം ക്ലിയറായിട്ട് പോയിക്കോളും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം, അത് ഏത് രീതിയിലാണ് ചെയ്ത് പോകേണ്ടതെന്നുള്ളത് കേട്ടോ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.